ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ പേയ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. പേയ്മെൻറ്റ് ഓഫ് ടാക്സും അതുപോലെ എൻ്റെ കൂടെ തന്നെ റിട്ടേൺസ് ആൻഡ് GST എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഈ ലെക്ചറിൽ കവർ ചെയ്യുക. ഈ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ പറയുന്ന കണ്ടൻറ്റ് മനസ്സിലാക്കിയാൽ തന്നെ ഏതൊരാൾക്കും GST അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ്, റിട്ടേൺ ഫയലിങ്ങും ടാക്സ് പേയ്മെൻറ്റും ഒക്കെ അതു സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സപ്ലൈ, എന്താണ് ചാർജ്, എക്സംഷൻ എന്താണ്, ഇൻപുട്ട് ടാക്സ് എന്താണ്, ടൈം ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ, ഇതൊന്നും സാധാരണ ഒരു ടാക്സ് പ്രാക്ടീഷണറെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഈ പേയ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലും അതുപോലെ റിട്ടേൺസ് എന്നുള്ള ചാപ്റ്ററിലും എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ അവർക്ക് GST ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് GSTയുടെ സൈറ്റിൽ, GST കോമൺ പോർട്ടലിൽ ഏതൊരാളുടെ അക്കൗണ്ടിലും 3 ടൈപ്പ് ലെഡ്ജേഴ്സാണ് ഉണ്ടാവുക. ഒന്ന് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, പിന്നെ ഒന്ന് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, പിന്നെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. എന്താണ് ഈ ലെഡ്ജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപകാരങ്ങൾ എന്താണ്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലാക്കാൻ, പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്നുള്ള ചാപ്റ്റർ മനസ്സിലാക്കാൻ നമ്മളിതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ഓഫ് ITC ഉണ്ടല്ലോ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ്, GST കമ്പ്യൂട്ട് ചെയ്യുന്നതൊക്കെ ആ ഒരു പിക്ചർ നമ്മുടെ മുന്നിൽ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ മേലുള്ള ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് വരും, അതേപോലെ ഇൻവേർഡ് സപ്ലൈ മേലുള്ള അടച്ചിട്ടുള്ള ടാക്സ് ഇൻപുട്ട് ടാക്സ് വരും, എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് GST പേയബിൾ ആയിട്ട് വരും. ഈ കാര്യങ്ങളാണല്ലോ നമ്മൾ പിന്നെ ITCയുടെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ ലെക്ചറിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ITC ആയിട്ട് കിട്ടുന്ന എന്തും, ITC ആയിട്ട് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് സപ്ലൈ മേൽ അയാൾ അടച്ചിട്ടുള്ള ടാക്സ്, അതെന്താണ് അയാൾക്ക് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എല്ലാ തുകയും പോയി കെടുക്കുന്ന ഒരു ലെഡ്ജറാണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടാണ് എന്ത്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഈ ക്രെഡിറ്റ് ITC എല്ലാം പോയിട്ട് കിടക്കുന്നത്. അപ്പോൾ ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഔട്ട്പുട്ട് ടാക്സ് പോയി കിടക്കുന്ന ഒരു അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ലെഡ്ജറാണ് എന്ത്, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. അപ്പോൾ ലയബിലിറ്റി ലെഡ്ജറിൽ ഔട്ട്പുട്ട് ടാക്സ് മാത്രമല്ല വരിക. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈമെന്റ് വന്നിട്ടുള്ള ടാക്സ്, അതല്ലാത്ത കുറച്ച് 2-3 ഐറ്റംസ് കൂടി വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ്, അതുപോലെ ഫൈന്, പെനാൽറ്റി, സെസ്, TD, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത്, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പേയബിൾ ആയിട്ട് വരുന്നുണ്ടോ ആ പേയബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിലാണ് പോവുക. അപ്പോൾ ഇങ്ങനെ ലയബിലിറ്റി വരുന്ന സമയത്ത് എവിടെയാണ്, ഡെബിറ്റ് സൈഡിലാണ് പോയി കിടക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, നമുക്കറിയാമല്ലോ ലയബിലിറ്റി ആയിട്ടുള്ള ഒരു അക്കൗണ്ടിന് എന്ത് ബാലൻസ് ഉണ്ടാവുക, ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഇവിടെ എന്തുകൊണ്ടാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്? ഇവിടെ ഡെബിറ്റ് എന്ന് പറയുന്നത് ഇത് പിന്നെ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ആംഗിളിൽ നിന്നല്ല, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംഗിളിലാണ് നോക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഔട്ട്പുട്ട് ടാക്സ് എന്നുള്ള എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടാനുള്ളതാണ്, അവർക്ക് അസറ്റാണ്, അതുകൊണ്ടാണ് ഡെബിറ്റ്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുക. ഇനിയുള്ളത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പോൾ നമ്മൾ സാധാരണ ടാക്സ് കമ്പ്യൂട്ടേഷനിൽ ചെയ്യുന്ന എന്താണ്, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് കിട്ടും, അതിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കുറക്കും, എന്നിട്ട് ബാക്കി GST പേയബിൾ ആണ് എന്നുണ്ടെങ്കിൽ, GST പേയബിൾ ഇൻ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ക്യാഷ് ആയിട്ട് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ചലാനൊക്കെ ഉണ്ട്, ആ ചലാനൊക്കെ വെച്ചിട്ട് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ വന്ന് കിടക്കും, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ വന്നിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ കിടക്കുന്ന ടോട്ടൽ എമൗണ്ട് ഉണ്ടാകും. ആ ടോട്ടൽ എമൗണ്ടിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന എമൗണ്ട് വെച്ചിട്ടും ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ബാക്കി ക്യാഷ് ആയിട്ട് ആഡ് ചെയ്തിട്ട്, അപ്പോൾ അത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്ന് എടുക്കുന്നുണ്ടാകും. ആ എമൗണ്ടും വെച്ചിട്ടാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിലുള്ള മൊത്തം ലയബിലിറ്റിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഈ 3 ലെഡ്ജറുകളും. ഇനി ഓരോ അക്കൗണ്ടുകൾ നമുക്ക് പ്രത്യേകമായിട്ട് നോക്കാം. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ ITC അല്ല, നമുക്ക് ഒരു സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രജിസ്റ്റർ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന എല്ലാ ITCയും പോയി കിടക്കുന്ന അക്കൗണ്ടാണ് ക്രെഡിറ്റ് ലെഡ്ജർ. ഈ ക്രെഡിറ്റ് ലെഡ്ജറിൽ നിന്ന് പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ക്രെഡിറ്റ് സൈഡിലാണ് ഈ എമൗണ്ട് പോയി കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ലയബിലിറ്റി ലെഡ്ജറിലുള്ള ടാക്സ് ലയബിലിറ്റിയെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും,
ഇതിനെ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ചെയ്യുക. അതാണ് ഡെബിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എനി ലയബിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള എമൗണ്ട് എപ്പോഴും ഔട്ട്പുട്ട് ടാക്സിനെ പേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ടാക്സ് മാത്രമല്ല പേയബിൾ ആയിട്ട് വരും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരും, സെസ് വരും, ഫൈൻ വരും, ഫീസ് വരും, പെനാൽറ്റി വരും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും പേ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള എമൗണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ITC യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ടാക്സ് മാത്രം, ടാക്സ് പേബിൾ ഓൺ ഔട്ട്വേർഡ് സപ്ലൈ മാത്രമേ ITC യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ബാലൻസ് വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസോ മറ്റോ ഒക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പേയബിൾസും വരും. അപ്പോൾ ടാക്സ് വരും, ഇൻട്രസ്റ്റ് വരും, ലേറ്റ് ഫീ വരും, ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ എമൗണ്ട് പേ ചെയ്യാന്നുണ്ടെങ്കിൽ അതെല്ലാം വരും. ഇനി ഇതിന് പുറമെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ എന്താണ്, നമ്മൾ സാധാരണ നോർമൽ ആ ഒരു കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ പ്രോപ്പർ ഓഫീസർ വന്നിട്ട് എന്തെങ്കിലും ഇൻസ്പെക്ഷൻ നടത്തുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിഫോൾട്ടുകളൊക്കെ വെച്ചിട്ട് അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിന് അഗെയിൻസ്റ്റ് വല്ല ടാക്സോ ഇൻട്രസ്റ്റോ പെനാൽറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിലും അതും എവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക, ലയബിലിറ്റി ലെഡ്ജറിലാണ് റിഫ്ലക്റ്റ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് ഇപ്പോൾ നമുക്കത്ര റിലവൻ്റ് അല്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം മിസ്മാച്ച് എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നിലവിൽ പ്രാക്ടിക്കലി ഇല്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഏത് പേയബിൾ ആയിട്ടുള്ള എമൗണ്ടും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ലെഡ്ജറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ അവിടെ ITC ആയിട്ടുള്ള സംഭവം മാത്രമേ ക്രെഡിറ്റ് ലെഡ്ജറിൽ വരുള്ളൂ. പക്ഷേ ലയബിലിറ്റി ലെഡ്ജറിൽ ഔട്ട്പുട്ട് ടാക്സ് മാത്രമല്ല, അതിന് പുറമായിട്ട് വരുന്ന എല്ലാ പേയബിൾ ആയിട്ടുള്ള ഐറ്റംസും ലയബിലിറ്റി ലെഡ്ജറിൽ വരും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ക്യാഷ് ലെഡ്ജറിലുള്ള എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്തും പേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ബാലൻസ് വെച്ചിട്ട് ഔട്ട്പുട്ട് ടാക്സ് മാത്രമേ പേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ഇപ്പോൾ ലയബിലിറ്റി ലെഡ്ജറിൽ കുറച്ച് എമൗണ്ട് കിടക്കുന്നുണ്ട്, അത് പിന്നെ ടാക്സ് ആയിട്ടും കിടക്കുന്നു, ഇൻട്രസ്റ്റ് ആയിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് എമൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ലെഡ്ജറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ ഇൻട്രസ്റ്റ് ആയിട്ട് കിടക്കുന്നതിനെ ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും, ക്യാഷ് ലെഡ്ജറിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ലയബിലിറ്റി ലെഡ്ജറിൽ കിടക്കുകയാണ്, ടാക്സ് ആയിട്ട് ഒരു 1 lakhും അതുപോലെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 1000 rupees കിടക്കുകയാണ്. ഓക്കെ, പക്ഷേ ക്രെഡിറ്റ് ലെഡ്ജറിൽ ഒരു 1,50,000 rupees ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എത്രയാണ്, 1,01,000 ഉള്ളൂ. ക്രെഡിറ്റ് ലെഡ്ജറിൽ 1,50,000 കിടക്കുന്നുണ്ട്. പക്ഷേ ഈ 1 lakh വരെ, അതായത് ടാക്സ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ലെഡ്ജറിൽ എമൗണ്ട് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 lakh അതിന് യൂസ് ചെയ്യും. എന്തായാലും 50,000 ബാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ 50,000 എടുത്തിട്ട് ഒരു 1,000 എടുത്തിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ക്യാഷ് ലെഡ്ജറിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇതേ പറഞ്ഞ എക്സാമ്പിളിൽ ക്രെഡിറ്റ് ലെഡ്ജറിൽ 50,000 rupees ഉള്ളൂ. അപ്പോൾ ലയബിലിറ്റി ലെഡ്ജറിൽ 1 lakh ടാക്സ് ആയിട്ടുണ്ട്, 1,000 ആയിട്ട് ഇൻട്രസ്റ്റും ഉണ്ട്, 50,000 ആണ് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50,000 rupees ക്രെഡിറ്റ് ലെഡ്ജർ യൂസ് ചെയ്തിട്ട് പേ ചെയ്യാം. ബാക്കി 50,000 എന്ത് ചെയ്യണം, ക്യാഷ് ലെഡ്ജറിലൂടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇതല്ലാത്ത എല്ലാ എമൗണ്ടും പിന്നെ ബാക്കി എമൗണ്ട് ഒക്കെ പേ ചെയ്യാനുള്ളതൊക്കെ എങ്ങനെയാണ്, ക്യാഷ് ലെഡ്ജറിലൂടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ടാക്സ് വരും, ഇൻട്രസ്റ്റ് വരും, പെനാൽറ്റി വരും, അതേപോലെ TDS TCS ഒക്കെ കളക്ട് ചെയ്യുന്നത് ഡിഡക്ട് ചെയ്യുന്നതൊക്കെ അത് വരും. നമുക്കറിയാം റിവേഴ്സ് ചാർജിൽ ടാക്സ് പേ ചെയ്യേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ റിവേഴ്സ് ചാർജിൽ ടാക്സ് പേ ചെയ്യേണ്ടതും ഈ പറയുന്ന ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കോമ്പോസിഷൻ സ്കീം നമുക്കറിയാലോ, ഈ ITC എടുക്കാനൊന്നും പറ്റില്ല, പിന്നെ ഔട്ട്പുട്ട് ടാക്സ് ഒന്നും കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവരും കോമ്പോസിഷൻ സ്കീം ടാക്സ് ഇറക്കുന്നവരും എന്താണ് ഇതേപോലെ ക്യാഷ് ലെഡ്ജറിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് പേ ചെയ്യുക. ഇനി ഈ ക്യാഷ് ലെഡ്ജറിലേക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക? അപ്പോൾ 2 രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ഓൺലൈനായിട്ടും പേയ്മെൻറ്റ് നടത്താം, ഓഫ്ലൈനായിട്ടും പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കാണാതെ പഠിക്കാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല, കോൺസെപ്റ്റ് ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് വരും, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ബാങ്കിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഫ്റ്റ് RTGS ഒക്കെ ആയിട്ട് പേ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഓവർ ദി കൗണ്ടർ പേയ്മെൻറ്റ്. ശ്രദ്ധിക്കണം, ഓവർ ദി കൗണ്ടർ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇങ്ങനെ നമ്മൾ ക്യാഷ് ആയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ടാക്സ് അടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ ക്യാഷ് ആയിട്ട് അടക്കാൻ പറ്റുന്നത് എത്രയാണ്, മാക്സിമം 10,000 rupees ആണ് ഒരു പീരീഡിലേക്ക് ഒരു ചലാൻ ഒരു പീരീഡിലേക്ക് പിന്നെ
10,000 rupees മാക്സിമം പറ്റുള്ളൂ. മാക്സിമം 10,000 rupees ഓവർ ദി കൗണ്ടർ പേയ്മെൻ്റ് ആയിട്ട്, അതായത് ക്യാഷ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അപ്ലിക്കബിൾ ആകാത്ത 2 കേസുകൾ വരുന്നുണ്ട്. ഒന്ന്, പ്രോപ്പർ ഓഫീസർ ത്രൂ ആയിട്ടുള്ളതാണ് ഏതെങ്കിലും ഈ ടാക്സ് ലയബിലിറ്റി എന്നുള്ളത് പ്രോപ്പർ ഓഫീസർ ത്രൂ വന്നിട്ടുള്ളതാണ്. പ്രോപ്പർ ഓഫീസർ ത്രൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡിഫോൾട്ടുകൾ വരുത്തേ അങ്ങനെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും പിടിക്കപ്പെട്ടു. അപ്പോൾ അതിന് എന്ത് ചെയ്യും, പ്രോപ്പർ ഓഫീസർ വന്ന് കണ്ടുപിടിച്ചു, അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് എന്ത് ചെയ്യാൻ പറയുന്നത്, ഉടനെ തന്നെ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഓവർ ദ കൗണ്ടർ ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ അല്ല ഇൻവെസ്റ്റിഗേഷനോ പിന്നെ ഇൻസ്പെക്ഷനോ അങ്ങനൊക്കെ വന്നിട്ട് ഇതേപോലെ പ്രോപ്പർ ഓഫീസർ ഈ പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെനാൽറ്റി അടക്കണമെന്നൊക്കെ ഓർഡർ ഇറക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓവർ ദി കൗണ്ടർ ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അതല്ലാതെ പിന്നെ പറ്റുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനാണ്. അപ്പോൾ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കമ്മീഷണർ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഇങ്ങനെ ഓവർ ദി കൗണ്ടറിൽ 10,000-നേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കാം, മോഡ്സ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്, ഓൺലൈൻ പേയ്മെൻറ്റും ഓഫ്ലൈൻ പേയ്മെൻറ്റും. ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സും. ഇതിനൊന്നും ലിമിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇല്ല. ഓഫ്ലൈൻ പേയ്മെൻറ്റിലും നെഫ്റ്റ് RTGS ആണെങ്കിൽ ഒന്നും ലിമിറ്റ് ഇല്ല. ഓവർ ദി കൗണ്ടർ പേയ്മെൻറ്റ് മാത്രമാണ് ലിമിറ്റ് ഉള്ളത്. അത് എത്രയാണ്, ഒരു ടാക്സ് പീരീഡിൽ 10,000 വരെയാണ്. ഈ ലിമിറ്റും ബാധകമാകാത്ത 2 ആൾക്കാരാണ് എന്ത്, 2 സിറ്റുവേഷനാണ് എന്ത്, പ്രോപ്പർ ഓഫീസർ വന്നിട്ട് ടാക്സ് പേ ചെയ്യാൻ പറയുന്ന സിറ്റുവേഷനും അതേപോലെ ചില നോട്ടിഫൈഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും ലിമിറ്റ് ബാധകമല്ല. നെക്സ്റ്റ്, മേജർ ഹെഡ്സ് ആൻഡ് മൈനർ ഹെഡ്സ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഒരു ശരിക്കുള്ള GST സൈറ്റിലുള്ള ഒരു പേജ് വെച്ചിട്ട് നമുക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ മേജർ ഹെഡിൽ എന്താണ്, മൈനർ ഹെഡിൽ എന്തൊക്കെയാണ് വരുന്നുള്ളത് നോക്കുക. മേജർ ഹെഡ് എന്ന് പറഞ്ഞാൽ IGST, CGST, SGST, UTGST, സെസ്. മൈനർ ഹെഡിൽ ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീ ആൻഡ് അതേഴ്സ്. ഇതൊക്കെയാണ് പിന്നെ മേജർ ഹെഡിലും മൈനർ ഹെഡിലും വരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഇമേജ് നോക്കുക. ഓക്കെ, ഇതാണ് എന്ത്, ചലാൻ എന്നുള്ളത്. ഇതാണ് GST ചലാൻ. അപ്പോൾ ഈ ഇപ്പോൾ നമ്മളെന്താ പറയണത്, നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, ഈ ചലാൻ യൂസ് ചെയ്തിട്ടാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ടാക്സ്, ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു 1 lakh rupees ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വന്നു. അതിൽ ഒരു 80,000 rupees ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ITC ആയിട്ടുണ്ടായിരുന്നു. ആ 80,000 rupees വെച്ചിട്ട് അത്രയും സെറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ബാക്കി 20,000 rupees എന്താണ്, ബാലൻസ് ആണ്. അത് എന്താണ്, ക്യാഷ് ആയിട്ട് പേ ചെയ്യലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു CGST IGST ആണ്, ടോട്ടൽ 20,000 അല്ല. അപ്പോൾ CGSTയും SGSTയും ആണ്. അപ്പോൾ 10,000 CGSTയും 10,000 SGSTയും ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ടാക്സ് എമൗണ്ട് ആണല്ലോ, ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ആണല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് CGST ഫസ്റ്റ് കോളം, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ കിടക്കുന്ന ടാക്സിനും CGSTക്കും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിൽ എമൗണ്ട് 10,000 ഫില്ല് ചെയ്യുക. അതേപോലെ ടാക്സിനും ഈ SGST കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിൽ എന്ത് ചെയ്യാം, ബോക്സിൽ എന്ത് ചെയ്യാം, 10,000 ഫില്ല് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഇവിടെ പിന്നെ ടോട്ടലിൽ CGSTക്ക് നേരെയുള്ള ടോട്ടലിൽ ഒരു 10,000 വരും, SGSTക്ക് നേരെയുള്ള ടോട്ടലിൽ ഒരു 10,000 വരും. അങ്ങനെ ടോട്ടൽ ചലാൻ എമൗണ്ട് എത്ര ആകും, അപ്പോൾ 20,000 rupees വരും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മോഡ്സ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ താഴെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ മോഡ്സ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ പേയ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ, ഓവർ ദി കൗണ്ടർ ആണെങ്കിൽ അങ്ങനെ, നെഫ്റ്റ് RTGS ആണെങ്കിൽ അങ്ങനെയൊക്കെ. ഇത് ചെയ്തിട്ട് ജനറേറ്റ് ചലാൻ അടിക്കുന്നതോട് കൂടിയിട്ട് എന്തായി, നമ്മൾ എടുക്കുന്ന ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇത് പോയി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മേജർ ഹെഡിലുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് അതായത് മേജർ ഹെഡിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു എമൗണ്ട് വെച്ചിട്ട് അതേ മേജർ ഹെഡിലുള്ള വേറൊരു ടാക്സ് പേ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് CGST കറസ്പോണ്ടിങ് ആയിട്ട് 10,000 ആഡ് ചെയ്തു. അപ്പോൾ ഈ ബാലൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് IGST പേ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏത് കോളത്തിലാണോ അല്ലെങ്കിൽ ഏത് ബോക്സിലാണോ നമ്മൾ എൻട്രി ചെയ്യണത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഐറ്റം ആണോ വരുന്നത് അത് മാത്രമേ പേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ മൈനർ ഹെഡിനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്തു, ടാക്സ് ഇപ്പോൾ CGSTയിൽ ടാക്സിന് വേണ്ടിയിട്ട് 10,000 എൻട്രി ചെയ്തു. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, CGSTയിൽ തന്നെ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ 10,000 ടാക്സിൻ്റെ കോളത്തിൽ കയറ്റിയതാണ്. ഇപ്പോൾ CGST ടാക്സിൻ്റെ കോളത്തിലാണ് കയറ്റിയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ CGST ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല, CGST പെനാൽറ്റിക്കായിട്ട് പേ ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ ടാക്സ് IGSTക്കായിട്ട് പേ ചെയ്യാൻ പറ്റില്ല, ടാക്സ് സെസ്സിനായിട്ട് പേ ചെയ്യാൻ പറ്റില്ല, ടാക്സ് SGSTക്കായിട്ട് പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫീൽഡിൽ നമ്മൾ കയറ്റുന്ന
ഒരു ഫീൽഡ് നമ്മൾ എൻട്രി ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഫീൽഡ് വഴി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രമേ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഐറ്റത്തിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇതിന് തൊട്ട് മുന്നുള്ള പേജിൽ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. എമൗണ്ട് അവൈലബിൾ അണ്ടർ വൺ മേജർ ഓർ മൈനർ ഹെഡ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ചാർജിങ് ദ ലയബിലിറ്റി അണ്ടർ എനി അതർ മേജർ ഓർ മൈനർ ഹെഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഇപ്പോൾ നമുക്കറിയാം ഓരോ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഒക്കെയാണ് 20-ാം തീയതി. ഒരു മാസത്തെ റിട്ടേൺ ഫയലിൻ്റെത് മാസം കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത മാസത്തെ 20-ാം തീയതിക്കുള്ളിലാണ് റിട്ടേൺ ഫയൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് റിട്ടേൺ ഫയലിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ടാക്സ് പേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്ത് കുറഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്ത് വരും, ഇൻട്രസ്റ്റ് വരും. അപ്പോൾ സാധാരണ ബിലേറ്റഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, അതായത് ഫെയിലർ ടു പേ ടാക്സ് ഓർ പാർട്ട് ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒന്നാലെ ടാക്സ് തീരെ അടച്ചില്ല, അതല്ലെങ്കിൽ അടച്ചത് കുറഞ്ഞു പോയി, ഷോർട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടക്കാത്ത എമൗണ്ടിന് 18% പെർ ആനം വെച്ചിട്ട് ഇൻട്രസ്റ്റ് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 18 ഇപ്പോൾ നമുക്ക് ഒരു 20 ദിവസം വൈകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മളിപ്പോൾ 10,000 റുപ്പീസാണ് ടാക്സ് പേ ചെയ്യാനുള്ളത്, 20 ദിവസമാണ് ലേറ്റ് ആയത്. അപ്പോൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, 20,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ 20 ഡേയ്സ്, 20 ഡിവൈഡ് ബൈ 365 ഇൻറ്റു 18%. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 18% എന്നുള്ളത് ഷോർട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, അതല്ലെങ്കിൽ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ടാക്സ് പേ ചെയ്യാത്തതിനോ അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്തത് കുറഞ്ഞു പോവുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18% പെർ ആനമാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ ചിലപ്പോൾ MCQ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാം, അതല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസിലൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത് പറയുന്നത് 24% ഇൻട്രസ്റ്റ് വരുന്നത് എപ്പോഴാണ്, അൺഡ്യൂ ഓർ എക്സസ് ക്ലെയിം ഓഫ് ITC ഓർ എക്സസ് റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ കേസ്, അതായത് 18% വരുന്നത് എങ്ങനെയാണ്, നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കണ്ടു, ഇൻപുട്ട് ടാക്സ് കണ്ടു, എന്നിട്ട് നെറ്റ് GST പേയബിൾ കണ്ടു. ആ പറഞ്ഞ ടാക്സ് പേ ചെയ്യാൻ പിന്നെ വൈകുമ്പോഴാണ് അല്ലെങ്കിൽ പേ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പറയുന്ന 18% ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷേ 24% വരുന്നപ്പോഴാണ് നമ്മൾ എടുത്തിട്ടുള്ള ITC എക്സസ് ആണ് നമുക്ക്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആയിട്ടുള്ള ഐറ്റാണ്. ആ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആകുമ്പോൾ എന്താ പ്രത്യേകത, നമുക്ക് ITC എടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ITC എടുത്തു. ഓക്കെ, അപ്പോൾ പക്ഷേ വേറൊരു കേസ് പറഞ്ഞാൽ 10,000 റുപ്പീസാണ് നമുക്ക് ITC എടുക്കാൻ പാടുള്ളൂ, പക്ഷെ നമ്മൾ 12,000 റുപ്പീസ് ITC എടുത്തു. അപ്പോൾ ഇങ്ങനെ ITC എടുക്കാൻ എലിജിബിലിറ്റി ഇല്ലാതെ നമ്മൾ ITC എടുക്കുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ടാക്സ് ശരിക്കും റിയൽ ആയിട്ടുള്ളതിനേക്കാൾ കുറച്ച് കാണിക്കുക. അപ്പോൾ ഒരു 20,000 റുപ്പീസ് ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, അത് 10,000 റുപ്പീസേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 24% പെർ ആനം വെച്ചിട്ടാണ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ഇതിന് മുന്നുള്ളതും വ്യത്യാസമാണ്. മറ്റെന്താണ്, ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സ് കൃത്യമായിട്ട് എടുത്തു, എന്നിട്ട് നമുക്ക് വന്നിട്ട് GST ലയബിലിറ്റിയെ അത് പേ ചെയ്യാതിരുന്നു, അതല്ലെങ്കിൽ അത് കുറച്ച് പേ ചെയ്തതിൽ കുറഞ്ഞു പോയി, അപ്പോഴാണ് 18% വരിക. പക്ഷെ 24% വരുന്നപ്പോഴാണ് ITC എടുത്തത് അധികമാവുക, അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത ITC എടുക്കുക, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ടാക്സിനെ കുറച്ച് കാണിക്കുക. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസിലും 24% ആണ് എന്ത് വരിക, ഇൻട്രസ്റ്റ് വരിക. ഇനി നമ്മൾ ഡേയ്സ് കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് മുതൽ ആക്ച്വൽ പേയ്മെൻറ്റ് എന്താണോ നടത്തിയത് അന്ന് വരെയുള്ള അത്രയും ഡേയ്സാണ് എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്തില്ല. അപ്പോൾ ഏപ്രിൽ മാസത്തെ റിട്ടേൺ ഫയൽ എന്ന് പറഞ്ഞപ്പോഴാണ് മെയ് 20-ാം തീയതിയാണ്. മെയ് 20-ാം തീയതി പേ ചെയ്യേണ്ട സാധനം പക്ഷേ ഞാൻ ഫയൽ ചെയ്തത് ജൂൺ 20-ാം തീയതിയാണ്. അപ്പോൾ എത്ര ദിവസം വരും, മെയ് 20-ാം തീയതിക്ക് ശേഷം വരുന്ന 11 ദിവസം, പിന്നെ ജൂൺ 20-ാം തീയതി വരെ 20, അപ്പോൾ 31 ദിവസമാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ എങ്ങനെ വരും, അപ്പോൾ എമൗണ്ട് ഇൻറ്റു 31 ഡിവൈഡ് ബൈ 365 ഇൻറ്റു 18% 18% അല്ലെങ്കിൽ 24% ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത്രയാണ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. ആകെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഡിറ്റർമൈൻ വിത്ത് ബ്രീഫ് റീസൺസ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ബാലൻസ് ഓഫ് 5,000 അണ്ടർ ദി മേജർ ഹെഡ് ഓഫ് IGST ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ചാർജിങ് ദ ലയബിലിറ്റി ഓഫ് മേജർ ഹെഡ് ഓഫ് CGST. എന്താ പറഞ്ഞത്, അപ്പോൾ നമ്മൾ നേരത്തെ ചലാനൊക്കെ വെച്ച് നോക്കി. അപ്പോൾ IGSTയുടെ ഫീൽഡിൽ എൻ്റർ ചെയ്തിട്ടുള്ള 5,000 വെച്ചിട്ട് CGST ടാക്സ് പേ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മേജർ ഹെഡ് ആണെങ്കിലും മൈനർ ഹെഡ് ആണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ ഇത് 3 മാർക്സിന് ചോദിച്ച് രണ്ട് ക്വസ്റ്റ്യൻ 3 മാർക്സിന് ചോദിച്ചാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1.5 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. എന്നാലും ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ എന്നുള്ളത് ഇത്ര ഞാൻ ഇപ്പോൾ പറഞ്ഞ
ഇതുവരെ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് എന്തായാലും പഠിക്കണം. പേയ്മെൻറ്റ് ചാപ്റ്ററും റിട്ടേൺസ് ചാപ്റ്ററും ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്നതാണ്, ഇത് ചെയ്യരുത്. കാരണം ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്, റിട്ടേൺസ് ചാപ്റ്ററിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ അറ്റംപ്റ്റിലൊക്കെ റിട്ടേൺസ് ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനി റിട്ടേൺസ് ചാപ്റ്റർ നോക്കാം. നമ്മൾ റിട്ടേൺസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ റിട്ടേൺസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും ഓരോ ഇപ്പോൾ കോമ്പോസിഷൻ സ്കീമും കൺസെഷൻ റേറ്റ് സ്കീമും എടുക്കാത്ത ബാക്കി എല്ലാ ആൾക്കാരും മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ഫയലിംഗ് ചെയ്യാൻ എന്താണ്, എല്ലാ അവരുടെ സെയിൽസ് എത്ര, പർച്ചേസ് എത്ര, അപ്പോൾ ടോട്ടൽ ടാക്സ് എത്ര വരും, അപ്പോൾ അങ്ങനെ ടാക്സ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്ത് ആ ടാക്സ് ഒക്കെ അടച്ച് അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് ഒരു ഈ പറയുന്ന ബിസിനസ്മാൻ്റെ കണക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റിട്ടേൺ ഫയലിംഗ് എന്നുള്ളത്. ഇത് ഇൻകം ടാക്സിലും ഉള്ളതാണ്. അപ്പോൾ ഇൻകം ടാക്സിൽ ഇത് എന്നുള്ളത് ഇയർലി ആണ്, ഒരു വർഷത്തിൽ ഒരിക്കലും ഒരു റിട്ടേൺ ഫയലിൻ്റെ ആവശ്യമില്ല. എന്നാൽ GST സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ആനുവൽ റിട്ടേണും ഫയൽ ചെയ്യാനുണ്ട്. അപ്പോൾ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആൾക്കാരും ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ് എന്ത്, GSTR 1 എന്നുള്ളത്, ഫർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്, അതായത് സെയിലിൻ്റെ. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, പൊതുവെ കോമൺലി സ്പെഷ്യൽ കേസുകളല്ലാത്ത ആൾക്കാർക്ക് 3 ടൈപ്പ് റിട്ടേൺ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ GSTR 1ഉം GSTR 2ഉം GSTR 3ഉം. അതിൽ GSTR 2ഉം GSTR 3ഉം നിലവിൽ പ്രാബല്യത്തിൽ ഇല്ലാത്ത 2 റിട്ടേൺസ് ആണ്. അപ്പോൾ അതിന് പകരമുള്ളത് GSTR 2ക്ക് പകരമായിട്ടൊന്നുമില്ല, GSTR 3ക്ക് പകരമായിട്ട് GSTR 3B എന്ന് പറയുന്ന ഒരു റിട്ടേൺ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ GSTR 1ഉം GSTR 3B മാത്രമാണ് നിലവിൽ ഉള്ള റിട്ടേൺസ്. ഓക്കെ, അതായത് മന്ത്ലി ഫയൽ ചെയ്യേണ്ട റിട്ടേൺസ് ആയിട്ടുള്ളത്. അപ്പോൾ GSTR 1ൽ നമ്മൾ ഫയൽ ചെയ്യുന്നത് എന്താണ്, ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. ഔട്ട്വേർഡ് സപ്ലൈസ് അതായത് നമ്മുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിൽ നിന്ന് നമുക്കുണ്ടാകുന്ന വരുമാനം, അതിൻ്റെ പ്രധാന സോഴ്സ്. അപ്പോൾ അതാണല്ലോ ഔട്ട്വേർഡ് സപ്ലൈസ്. ആ ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ റിട്ടേൺ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യുന്ന പിന്നെ ഒരു റിട്ടേൺ ആണ് GSTR 1 എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നോർമൽ റെഗുലർ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് GSTR 1 ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ GSTR റിട്ടേൺ ഫയൽ ചെയ്യാത്തത് നോക്കുമ്പോൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, കോമ്പോസിഷൻ സ്കീമുള്ളവർ, TDS ഡിഡക്ട് ചെയ്യുന്ന ആൾക്കാർ, കളക്ടിങ് സോഴ്സ് എക്സ്കോം, ടാക്സ് സോഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ GSTR 1 ഫയലിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് വേറെ സെപ്പറേറ്റ് റിട്ടേൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ GSTR 1 ഇങ്ങനെ മനസ്സിലാക്കുക, നോർമലി ഉള്ള റെഗുലർ ടാക്സബിൾ പേഴ്സൺസ് അവരുടെ ഔട്ട്വേർഡ് സപ്ലൈസ് ഫേർണിഷ് ചെയ്യുന്ന റിട്ടേൺ ആണ് GSTR 1 എന്നുള്ളത്. ഈ GSTR 1 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണല്ലോ പറയണത്. അപ്പോൾ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മാസം കഴിഞ്ഞാലാണല്ലോ ആ മാസത്തെ മൊത്തം കണക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മാസവും കഴിഞ്ഞ് അടുത്ത മാസം, ഓരോ മാസവും കഴിഞ്ഞ് അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിലാണ് GSTR 1 ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഇതാണ്. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, GSTR 1 എന്നുള്ള ഫോം നമ്പറും പഠിക്കണം. ഈ 10th ഡേ ഓഫ് ദ ഇമ്മീഡിയറ്റ്ലി സക്സീഡിംഗ് മന്ത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ചിലപ്പോൾ നമുക്ക് MCQയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ ഉള്ള ഒരു റിലാക്സേഷൻ ആയിട്ട് കൊടുക്കുന്ന ഗ്രീനിൽ കൊടുത്തിട്ടുള്ളത് നോക്കുക. അതായത് സ്മോൾ ടാക്സ് പേയേഴ്സിന്, അപ്പോൾ നമ്മൾ പറഞ്ഞു മന്ത്ലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് GSTR 1. പക്ഷേ സ്മോൾ ടാക്സ് പേയേഴ്സ് 1.5 crore വരെ ടേൺ ഓവറുള്ള ആൾക്കാരെയാണ് സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് കോമ്പോസിഷൻ സ്കീമൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കോമ്പോസിഷൻ സ്കീമൊക്കെ എടുക്കാത്ത സ്മോൾ ടാക്സ് പേയേഴ്സ് 1.5 crore വരെ ടേൺ ഓവറുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണ്ട, മന്ത്ലി GSTR 1 ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല, ക്വാർട്ടേർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. GSTR 1 ക്വാർട്ടേർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു ബിസിനസ് ആക്ടിവിറ്റിയിൽ ഇപ്പോൾ നമ്മൾ GSTR 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ആണ്. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈസ് ഒന്നുമില്ല, ഒരു മാസം ഒരു ബിസിനസ്സും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈസ് എന്ന് പറയാനായിട്ട് ഒന്നും ഇല്ല. എന്നാൽ പോലും ആൾക്കാർ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. അങ്ങനെ ബിസിനസ് ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ ഫയൽ ചെയ്യുന്ന റിട്ടേൺ പറയുന്ന പേരാണ് എന്ത്, നിൽ റിട്ടേൺ എന്നുള്ളത്. അപ്പോൾ ബിസിനസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും റിട്ടേൺ ഫയൽ എന്നുള്ള നിർബന്ധമാണ്, അതിനാണ് നിൽ റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ GSTR 3B ആണ്. ഓക്കെ, അപ്പോൾ മുന്നുണ്ടായിരുന്ന സിസ്റ്റത്തിൽ അല്ലെങ്കിൽ
GST പ്രൊപ്പോസ്ഡ് ആയിട്ട് GST വന്ന സമയത്ത് ഉണ്ടായിരുന്ന GSTR 1 എന്ന് പറഞ്ഞാൽ അത് ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെതാണ്. GSTR 2 എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് സപ്ലൈസിൻ്റെതാണ്. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈസും ഇൻവേർഡ് സപ്ലൈസും നമ്മൾ ഫേർണിഷ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ഔട്ട്പുട്ട് ടാക്സ് എത്രയാണ്, ഇൻപുട്ട് ടാക്സ് എത്ര എന്നുള്ളത് കിട്ടും. അതൊക്കെ കഴിഞ്ഞിട്ട് ടാക്സ് പേ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് എന്ത് GSTR 3 എന്നുള്ളതായിരുന്നു. അപ്പോൾ നിലവിൽ അത് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് അതൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ GSTR 2ഉം 3 ഇല്ല, പകരം GSTR 3B ഉണ്ട്. അപ്പോൾ GSTR 3Bയിൽ നമ്മൾ പിന്നെ ടോട്ടൽ സെയിലിൻ്റെ ഒരു സമ്മറി കൊടുക്കും. അതായത് ഇത്രയാണ് ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ പീരീഡിൽ ഉണ്ടായിട്ടുള്ള സെയിൽ, അതേപോലെ അതിൻ്റെ കൂടെ ITC ഇത്രയാണ് കിട്ടാനുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കാതെ ഒരു സമ്മറി പോലെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുത്ത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ ടോട്ടൽ സെയിലിൻ്റെ സമ്മറി കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ ടോട്ടൽ ഇൻപുട്ട് ടാക്സ് കൊടുക്കുമ്പോഴും ടോട്ടൽ നെറ്റ് GST പേബിൾ എത്ര എന്നുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ടാക്സ് പേ ചെയ്യണം. ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞിട്ട് GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള GSTR 3B ഫയൽ ചെയ്യേണ്ടത് ഈ പറയുന്ന, അപ്പോൾ GSTR 1 എന്നുള്ളത് ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിലായിരുന്നു. GSTR 3B ഒരു മാസം കഴിഞ്ഞ് 20-ാം തീയതിക്കുള്ളിലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ ടാക്സ് അടക്കാതെ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തു, ടാക്സ് അടക്കാതെ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്താൽ അത് വാലിഡ് റിട്ടേൺ അല്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് നിർബന്ധമായിട്ടും അടച്ചതിന് ശേഷം മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ അത് വാലിഡ് റിട്ടേൺ ആകുന്നുള്ളൂ. നെക്സ്റ്റ് GSTR 4. അപ്പോൾ നമ്മൾ പറഞ്ഞു GSTR 1-ൽ GSTR 1 ഫയൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു കോമ്പോസിഷൻ സ്കീം. അപ്പോൾ കോമ്പോസിഷൻ സ്കീം എടുത്തിട്ടുള്ള ആൾക്കാർ, അതേപോലെ കൺസെഷണൽ റേറ്റ് ടാക്സ് അടക്കുന്ന ആൾക്കാർ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR 4. ഓക്കെ, GSTR 4. അപ്പോൾ GSTR 4 അതിൽ ഉണ്ടാകുന്ന എന്താണ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ കോമ്പോസിഷൻ സ്കീം എടുക്കുന്ന ഒരാൾക്കുള്ള ഒരു ആനുകൂല്യം എന്താണ്, ഈ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട എന്നുള്ളതാണ്. അതേപോലെ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ കണ്ടന്റ് ഓഫ് GSTR 4 വരുന്നത് കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈസ് മാത്രം ഉണ്ടായാൽ മതി. കാരണം എന്താണ്, ടോട്ടൽ എത്രയെന്ന് പറഞ്ഞാൽ മതി. കാരണം ടോട്ടൽ സെയിലിൻ്റെ 1% അല്ലെങ്കിൽ 5% ഒക്കെ ആണല്ലോ കോമ്പോസിഷൻ സ്കീം എടുത്തവർക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് കിട്ടേണ്ട ആവശ്യമില്ല. ടോട്ടൽ സെയിൽ എത്രയാണ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്വേർഡ് സപ്ലൈ എത്രയാണെന്നുള്ള ആ ഒരു എമൗണ്ട് കിട്ടിയാൽ തന്നെ പിന്നെ കോമ്പോസിഷൻ സ്കീമിലുള്ള ആൾക്കാർക്ക് ടാക്സ് അടക്കാൻ മതിയാകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, GSTR 4 കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഉണ്ടായാൽ മതി. പക്ഷേ ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സെല്ലേഴ്സുമായിട്ട് അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സിസ്റ്റം. അപ്പോൾ ഇൻവോയ്സ് മാച്ചിങ് എന്നുള്ളൊരു സിസ്റ്റം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയായിരിക്കും. ഇൻവോയ്സ് മാച്ചിങ് എന്നുള്ള സിസ്റ്റം GSTയിൽ ഉണ്ടായിരുന്നു, പക്ഷെ നിലവിൽ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ GSTR 2ഉം 3ഉം ഒന്നും ഇല്ലാത്തത്. അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും GSTR 4-ൽ എന്ത് ചെയ്യണം, ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുള്ളി ഇൻവോയ്സ് ഡിവൈസ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കൺസോളേറ്റ് കൊടുത്താൽ മതി. എന്നാൽ ഇൻവേർഡ് സപ്ലൈസിൻ്റെ, അത് ഇൻട്രസ്റ്റേറ്റ് ആണെങ്കിലും ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിലും മേടിച്ചിട്ടുള്ളത് രജിസ്റ്റേർഡ് പേഴ്സൺസിൻ്റെതാണെങ്കിലും അൺരജിസ്റ്റേർഡ് പേഴ്സൺസിൻ്റെതാണെങ്കിലും ഇൻവോയ്സ് വൈസ് ആയിട്ട് ഡീറ്റെയിൽസ് GSTR 4-ൽ കൊടുക്കണം. ഓക്കെ, പിന്നെ സാധാരണ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, GSTR 4 എന്നുള്ളത് ക്വാർട്ടർലി ഫയൽ ചെയ്യേണ്ട ഒരു റിട്ടേൺ ആയിരുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം, GSTR 4 എന്നുള്ളത് ക്വാർട്ടർലി ഫയൽ ചെയ്യേണ്ട ഒരു റിട്ടേൺ ആയിരുന്നു. എന്നാൽ നിലവിൽ GSTR 4 എന്നുള്ളത് ആനുവലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, GSTR 4 എന്നുള്ളത് നിലവിൽ എന്താണ്, ആനുവലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ മാർച്ച് 31-ാം തീയതി വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. മാർച്ച് 31 കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുന്ന ഏപ്രിലിൻ്റെ 30-ാം തീയതി, ആ 30-ാം തീയതിക്കുള്ളിലാണ് GSTR 4 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. എന്നാൽ ക്വാർട്ടർലി എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടാക്സ് പേ ചെയ്യണം റിട്ടേൺ ഫയൽ തമ്മിൽ എന്താ വ്യത്യാസം? ടാക്സ് പേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയാണ് ടാക്സ് അത് പേ ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും, ഈ പിന്നെ സെയിലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, അതേപോലെ ഇൻവേർഡ് സപ്ലൈസ് ഇൻവോയ്സ് ഡിവൈസ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതൊക്കെയാണ് റിട്ടേണിൽ വരാം. പക്ഷേ അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ത് ചെയ്യണം, ക്വാർട്ടർലി എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്
ഇയർലി ആണ്. അപ്പോൾ ക്വാർട്ടർലി ടാക്സ് പേ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടർ കഴിഞ്ഞ് അടുത്ത മാസത്തിൻ്റെ 18-ാം തീയതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടർ ഏപ്രിൽ ടു ജൂൺ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വാർട്ടർ. അപ്പോൾ ആ ക്വാർട്ടർ കഴിഞ്ഞ് വരുന്ന മാസം, അതായത് ജൂലൈ 18-ാം തീയതിക്കുള്ളിലാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. എന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടർലി ചെയ്യേണ്ട ആവശ്യമില്ല, ആനുവലി ചെയ്താൽ മതി. അതെപ്പോഴാണ്? ആ വർഷം കഴിഞ്ഞ് ഏപ്രിൽ 30th ഉള്ളിൽ ആനുവൽ റിട്ടേൺ അല്ല, GSTR 4 ഫയൽ ചെയ്യേണ്ടത് 30th ഏപ്രിലാണ്. ആനുവൽ റിട്ടേൺ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്, അത് പ്രത്യേകം മനസ്സിലാക്കണം. ആനുവൽ റിട്ടേൺ വേറെയാണ്. GSTR 4 ആനുവലി ആണ് റിട്ടേൺ ഫയൽ ചെയ്തത് എന്ന് വിചാരിച്ച് GSTR 4 എന്നുള്ളത് ആനുവൽ റിട്ടേൺ അല്ല. ഓക്കെ, അതേപോലെ പേയ്മെൻറ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ക്രെഡിറ്റ് ലെഡ്ജറും ലയബിലിറ്റി ലെഡ്ജറും ക്യാഷ് ലെഡ്ജറും ഒക്കെ. അപ്പോൾ ഇവർക്ക് ടാക്സ് അടക്കാം. അപ്പോൾ നമുക്കറിയാലോ, കോമ്പോസിഷൻ സ്കീമും കൺസെഷൻ റേറ്റ് സ്കീം എടുക്കുന്നവർക്കൊന്നും ITC എടുക്കാനൊന്നും പറ്റില്ല. അതേപോലെ ഔട്ട്പുട്ട് ടാക്സും കളക്ട് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ വല്ല എമൗണ്ട് ഉണ്ടാവുമോ? ഇല്ല, എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? അവർക്ക് ITC ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ ടാക്സ് അടക്കേണ്ടത് മൊത്തമായിട്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇവർ ടാക്സ് അടക്കുന്നത്. നെക്സ്റ്റ് GSTR 5 നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസിനുള്ള റിട്ടേൺ ആണ്. അപ്പോൾ GSTR 1 ആർക്കൊക്കെ ഫയൽ ചെയ്യേണ്ടെന്നുള്ള ലിസ്റ്റിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് സെപ്പറേറ്റ് റിട്ടേൺ ആണ്. GSTR 5 ആണ്. GSTR 5 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഓരോ മന്ത് വൈസ് ആയിട്ടാണ്. എവരി കലണ്ടർ മന്താണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, GSTR 5 റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത് 2 ഡേറ്റ് ഇവിടെ പറയുന്നു. ഒന്ന്, വിത്തിൻ 20 days ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി കലണ്ടർ മന്ത് ഓർ വിത്തിൻ 7 days ആഫ്റ്റർ ദി ലാസ്റ്റ് ഡേ ഓഫ് വാലിഡിറ്റി പീരീഡ് ഓഫ് രജിസ്ട്രേഷൻ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ് ഒക്കെ രജിസ്ട്രേഷൻ എടുക്കുന്നത് ഒരു നിശ്ചിത കാലാവധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 90 days ആണ് മാക്സിമം. അത് വേണമെങ്കിൽ 90 days കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു 60 ദിവസത്തേക്ക് ഒരു ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 30 മെയ് മാസം 31. അപ്പോൾ അങ്ങനെ 61 ദിവസത്തേക്ക് വേണ്ടി രജിസ്ട്രേഷൻ എടുത്തു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അപ്പോൾ എവറി കലണ്ടർ മന്ത് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിത്തിൻ 20 days ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി കലണ്ടർ മന്ത്. അപ്പോൾ ഏപ്രിലിനെ സംബന്ധിച്ചിടത്തോളം മെയ് 20 എന്ത് ചെയ്താൽ മതി? ആ മാസത്തെ റിട്ടേൺ, ഏപ്രിൽ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പക്ഷേ മെയ് മാസത്തെ റിട്ടേൺ, അതായത് മെയ് 31 വരെയുള്ള അത്രയും ദിവസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് വിത്തിൻ 20 days ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി കലണ്ടർ മന്ത് ഓർ വിത്തിൻ 7 days ആഫ്റ്റർ ദി ലാസ്റ്റ് ഡേ ഓഫ് വാലിഡിറ്റി പീരീഡ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം മെയ് 31 എന്നുള്ളത് അവിടെ കൂടിയിട്ട് ഇവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ വിത്തിൻ 20 days എന്ന് പറയുമ്പോൾ മെയ് മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നാണ് ജൂൺ 20 പക്ഷേ ഇവിടെ പറയുന്നുണ്ട് എന്ത്? വിത്തിൻ 7 days ആഫ്റ്റർ ദി ലാസ്റ്റ് ഡേ ഓഫ് വാലിഡിറ്റി പീരീഡ് ഓഫ് രജിസ്ട്രേഷൻ വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ രജിസ്ട്രേഷൻ വാലിഡിറ്റി കഴിയുന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ ദിവസം മുതൽ വിത്തിൻ 7 days നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഈ കേസിൽ മെയ് മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ജൂൺ 20 ജൂൺ 7 എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൻ്റെ കേസിൽ, GSTR 5 കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കുക, ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞ കേസുകൾ, അതായത് GSTR 1 GSTR 3B GSTR 4 ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ GSTR 5 ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഈ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും എറർ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടു പോവുക, അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോൾ മുന്നത്തെ സിസ്റ്റത്തിൽ, അതായത് ടാക്സ് GST വരുന്നത് മുന്നുള്ള വാറ്റ് സിസ്റ്റത്തിലൊക്കെ റിട്ടേൺ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, ആ റിട്ടേൺ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ആദ്യമുള്ള റിട്ടേണിനെ ക്യാൻസൽ ചെയ്തിട്ട് വേറെ റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് റിട്ടേൺ റിവൈസ് ചെയ്യാന്നുള്ളത്. പക്ഷെ GSTയിൽ അങ്ങനെയല്ല. എന്തെങ്കിലും എററോ ഒമിഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. മുന്നത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഒരു റിട്ടേൺ ഫയൽ ചെയ്തു, അപ്പോൾ ആ റിട്ടേൺ ഒരു റെഫറൻസ് നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഒരു ഒറ്റൊരു
പെർട്ടിക്കുലർ മാത്രമേ നമുക്ക് മാറ്റാൻ ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും ആ റിട്ടേണിനെ മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു റിട്ടേൺ ഫയൽ ചെയ്യണം. അതിനാണ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുക. പക്ഷേ GSTയിൽ അങ്ങനെയല്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും എററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ എററിനെ മാത്രം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റെക്ടിഫൈ ചെയ്യാനുള്ള ലിമിറ്റ് നമുക്ക് എല്ലാ ഇപ്പോൾ ജാനുവരി 2018 വന്നിട്ടുള്ളൊരു തെറ്റ് ഈ ഏപ്രിൽ 2020 വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. അതിന് ടൈം ലിമിറ്റ് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു ലിമിറ്റ് ഒക്കെ തന്നെയാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ എടുക്കാൻ പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഏതാണ്? സെപ്റ്റംബർ മാസം, അതായത് ഏത് മാസത്തിലാണോ ആ എറർ വന്നിട്ടുള്ളത്, ആ മാസമുള്ളത് ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ, ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന സെപ്റ്റംബറിൻ്റെ ഡ്യൂ ഡേറ്റ്, അതായത് 20th of October, ആ ഡേറ്റ്, അതല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റ് തന്നെ ഡ്യൂ ഡേറ്റ് ആണ് ഇവിടെയും റെക്ടിഫിക്കേഷൻ നടത്താനുള്ള ടൈം ലിമിറ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഇങ്ങനെ എററോ ഒമിഷനോ റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഇപ്പോൾ ഈ എററോ ഒമിഷൻ ഉണ്ടായത് കണ്ടുപിടിച്ചത് നമ്മൾ സ്വമേധയെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ മാറ്റിയതല്ല. പ്രോപ്പർ ഓഫീസർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഓഡിറ്റ് നടത്തി, ഇൻസ്പെക്ഷൻ നടത്തി, അല്ലെങ്കിൽ സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോൾ അവർ എറർ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മളോട് ഇത് തിരുത്താം, അതിൽ നമുക്ക് എന്തെങ്കിലും ടാക്സ് അടക്കണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഒരു പിന്നെ റിക്കവറി ഫോംസ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ എററും ഒമിഷനും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിട്ടേണിൽ മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റിട്ടേണിൽ നമ്മൾ എറർ ഒമിഷനൊക്കെ ഉള്ള റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ തന്നെ അത് ചെയ്തു, ആ റിട്ടേൺ നമ്മൾ ശരിയാക്കി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, ഈ എററുള്ളത് നമ്മൾ മനഃപൂർവ്വം അത് മൂടി വെച്ചു, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ പ്രോപ്പർ ഓഫീസർ വന്നിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് പിന്നെ നമ്മൾ തന്നെ അവിടെ പോയിട്ട് റിട്ടേണിൽ അത് റെക്ടിഫൈ ചെയ്യാനെങ്കിൽ നമ്മൾ ശരിയായ രീതിയിലാണ് റിട്ടേൺ ഫയൽ ചെയ്തതെന്നുള്ള ഒരു ഇത് വരും. എന്ന് പറഞ്ഞാൽ പിന്നീട് ഭാവിയിലൊക്കെ നമ്മൾ റെക്കോർഡ്സൊക്കെ പരിഗണിക്കുമ്പോൾ നമ്മളൊരു ഡിഫോൾട്ടും വരുത്തിയിട്ടില്ല എന്നുള്ളൊരു റിസൾട്ട് ആയിരിക്കും അവിടെ, ഒരു ഒബ്സർവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവും. പക്ഷേ ആക്ച്വലി എന്തുണ്ടായിട്ടുണ്ടാവും, നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്രൂട്ടിനി ചെയ്തിട്ട്, ഓഡിറ്റ് ചെയ്തിട്ട്, ഇൻസ്പെക്ഷൻ നടത്തിയിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള എററും ഒമിഷനൊക്കെ എന്നുണ്ടെങ്കിൽ അത് റിട്ടേണിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആനുവൽ റിട്ടേൺ ആണ്. ഞാൻ പറഞ്ഞു GSTR 1ഉം 3Bയും GSTR 4 ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാർ ആനുവൽ റിട്ടേൺ കൂടി ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു മറ്റേതൊക്കെ എന്താണ്, ഒരു പീരിയോഡിക്കൽ റിട്ടേൺസ് ആണ്. GSTR 1ഉം 3Bയും 4 ഒക്കെ പീരിയോഡിക്കൽ റിട്ടേൺസ് ആണ്. അപ്പോൾ GSTR 1 എന്നാൽ മന്ത്ലി ആണ് ഫയൽ ചെയ്യുക. അതിൽ തന്നെ സ്മോൾ ടാക്സ് പേയേഴ്സ് ആണെങ്കിൽ ക്വാർട്ടർലി ആണ് ഫയൽ ചെയ്യുക. 3Bയും അങ്ങനെ തന്നെ. GSTR 4 ആണെങ്കിൽ ഇപ്പോൾ ആനുവലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യുക. അത് കുറച്ച് കാലത്തേക്കാണ്, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇതേ ആൾക്കാർ തന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ മറ്റെന്താണ്, ഒരു മാസം കഴിഞ്ഞാൽ ആ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ ആനുവൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഫേർണിഷ് ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ് ആനുവൽ റിട്ടേൺ എന്നുള്ളത്. ഈ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 31st of December ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1920 ഫിനാൻഷ്യൽ ഇയറിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇപ്പോൾ 1920 ഫിനാൻഷ്യൽ ഇയർ എന്നാ കഴിയുന്നത്, പിന്നെ 31st of March 2020ക്കാണ് 1920 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വരുന്ന 31st December എന്ന് പറഞ്ഞാൽ 2020 31st December ആണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ദിവസം. അതിൻ്റെ ഉള്ളിൽ ഏത് ദിവസം വേണമെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് GSTയിൽ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിന് ഒരു ചാപ്റ്റർ ഉണ്ട്, അത് ഫൈനലിലുള്ള ചാപ്റ്ററാണ്. അതിൽ പറയുന്നുണ്ട് 2 crore ടേൺ ഓവറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ ഓഡിറ്റ് ചെയ്യണതും റിട്ടേൺ ഫയൽ രണ്ടാണ്. റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കണക്ക് നമ്മൾ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അത് വെരിഫൈ ചെയ്ത് ഓഡിറ്റ് ചെയ്ത് അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട് സൈനോട് കൂടിയിട്ടാണ് അത് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സിൻ്റെ ഒരു കോപ്പിയും അതേപോലെ തന്നെ റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്ന കണക്കും GST റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ മാസം നമ്മൾ മന്ത്ലി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള കണക്കും എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതിനെ പിന്നെ റീകൺസിൽ ചെയ്യുന്നതാണ്. റീകൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്മാച്ച് വരാമെന്നുള്ള അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതാണ് റിക്കൺസിൽ ചെയ്യുക.
ഇങ്ങനെയുള്ള റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും കൂടി ഈ പറയുന്ന ആനുവൽ റിട്ടേണിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. ഓക്കെ, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഫോമാണ് GSTR 9. നോർമൽ അല്ലെങ്കിൽ റെഗുലർ പേഴ്സൺസിന് അത് കോമ്പോസിറ്റ് സ്കീമോ അല്ലെങ്കിൽ കൺസെഷൻ റേറ്റിൽ ടാക്സ് ഇറക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോം GSTR 9A റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റിൽ നോക്കി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ്, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺസ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ TDSഉം TCS ഒക്കെ അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, ഇവരൊന്നും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഫൈനൽ റിട്ടേൺ. ഫൈനൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ GSTR 10 ഫോമിൽ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ്. ആരാണിത് ഫയൽ ചെയ്യേണ്ടത്? ഒരാൾ രജിസ്ട്രേഷൻ, ഇപ്പോൾ ഒരാൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ അമാൽഗമേഷൻ ആവുകയാണ്, ഡീമർജർ ആവുകയാണ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ സറണ്ടർ ചെയ്യും. അതേപോലെ പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാളുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടാം, ആര്, പ്രോപ്പർ ഓഫീസർ ഉത്തരവ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസിക്യൂട്ടീവായിട്ട് 6 months റിട്ടേൺ ഫയൽ ചെയ്തില്ല, 3 പിന്നെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺസ് ആണെങ്കിൽ 3 consecutive periods ഇങ്ങനെയുള്ള. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ സറണ്ടർ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്ന കേസുകളിൽ അങ്ങനെയുള്ള പേഴ്സൺസ് ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് ഫൈനൽ റിട്ടേൺ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരാൾ ഫയൽ ചെയ്യുന്ന അവസാനത്തെ റിട്ടേൺ ആണ് ഫൈനൽ റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഒരാൾ ബിസിനസ് അവസാനിക്കുമ്പോൾ അയാൾ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, പിന്നെ ആ വർഷത്തേക്ക് എന്ത് ചെയ്യേണ്ട, ആനുവൽ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫൈനൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് നമ്മൾ സാധാരണ ഉള്ള, ഇപ്പോൾ മന്ത്ലി റിട്ടേൺ ആണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം, അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ December 31, അതൊന്നുമല്ല ഫൈനൽ റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നുള്ളത്. ഫൈനൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓർ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ. അപ്പോൾ നമ്മൾ ക്യാൻസലേഷൻ, അതായത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതായിട്ടുള്ള ഡേറ്റും എന്നാൽ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റും ചിലപ്പോൾ അത് ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ക്യാൻസലേഷൻ ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ലേറ്റർ ആയിട്ട് വരുന്ന രണ്ടാമത് വരുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റിൽ നിന്ന് 3 മാസം, ആ 3 മാസത്തിനുള്ളിലാണ് ഈ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പെർട്ടിക്കുലേഴ്സ് ഫൈനൽ റിട്ടേൺ എന്തൊക്കെ വേണം എന്നുള്ളതൊന്നും നമ്മളിപ്പോൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ GSTR 10 ആണ് ഇതിൻ്റെ ഫോം. അപ്പോൾ മൊത്തം നമ്മളിപ്പോൾ GSTR 1 പറഞ്ഞു, അത് നോർമൽ റെഗുലർ ടാക്സബിൾ പേഴ്സൺസ് ഫയൽ ചെയ്യേണ്ട ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെതാണ്. GSTR 3B ഇതേപോലെ തന്നെ റെഗുലർ ടാക്സബിൾ പേഴ്സൺസ് പിന്നെ സമ്മറൈസ് ടാക്സ് പേ ചെയ്യുന്ന ആ ഒരു റിട്ടേൺ ആണ് GSTR 3B. GSTR 4 എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺസും കൺസെഷൻ റേറ്റിൽ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരും ഫയൽ ചെയ്യേണ്ടതാണ്. GSTR 5 എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺസിനാണ്. ഇതിനിടയിലൊക്കെ 6, 7, 8, 9 ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല, ഫൈനലിൽ നമ്മൾ പഠിക്കും. GSTR 9 എന്നുള്ളത് ആനുവൽ റിട്ടേൺ ആണ്. GSTR 9A ആനുവൽ റിട്ടേൺ തന്നെയാണ്, പക്ഷേ കോമ്പോസിഷൻ സ്കീമിനും അതേപോലെ കൺസെഷൻ റേറ്റിൽ ടാക്സ് പേ ചെയ്യുന്നവർക്കുള്ളതാണ്. GSTR 10 എന്ന് പറഞ്ഞാൽ ഫൈനൽ റിട്ടേൺ ആണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു ഫസ്റ്റ് റിട്ടേൺ ഉണ്ട്. ഫസ്റ്റ് റിട്ടേൺ എന്താണെന്ന് വെച്ചാൽ ഒരാൾ രജിസ്ട്രേഷൻ എടുത്തിട്ട് ആദ്യം ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ് ഫസ്റ്റ് റിട്ടേൺ. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് എന്നല്ല, അതുകൊണ്ടാണ് ഞാൻ നോട്ടായിട്ട് ഇവിടെ കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇതെന്താണ്, ലേറ്റ് ഫീസ് ലെവീഡ് ഫോർ ഡിലേ ഇൻ ഫയലിംഗ് റിട്ടേൺസ്. അപ്പോൾ റിട്ടേൺ ഇപ്പോൾ നമ്മൾ ഓരോ ഡ്യൂ ഡേറ്റ് പറയുന്നുണ്ടല്ലോ. GSTR 1 ആണെങ്കിൽ 10th, 3B ആണെങ്കിൽ 20th, പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള ഡ്യൂ ഡേറ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്നതിൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന പിന്നെ എന്താണ്, അതിന് വരുന്ന ലേറ്റ് ഫീ എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പിന്നെ ഈ 3 ടൈപ്പ് റിട്ടേൺസ്, അതായത് GSTR 1 അതാണ് സെക്ഷൻ 37 റിട്ടേൺസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്. സെക്ഷൻ 39 എന്ന് പറയുന്നതാണ് നമ്മളെ 3B ഫൈനൽ റിട്ടേൺ. ഏതാണ്, GSTR 10. ഇങ്ങനെയുള്ള ഈ 3 റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഫൈന് 25 rupees പെർ ഡേ. ഓക്കെ, ഒരു ദിവസത്തിന് 25 രൂപ വെച്ചിട്ടാണ് ഫൈന് വരിക. അത് മാക്സിമം എത്ര പോകുള്ളൂ, 5000 രൂപ വരെ പോകുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 രൂപ 5000 രൂപ ആകെ എത്ര ദിവസം എടുക്കണം, 200 ദിവസം എടുക്കണം. അപ്പോൾ 200 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ 5000 രൂപയാകും അല്ലേ. ഇപ്പോൾ 25 ഒരു ദിവസമാണെങ്കിൽ 25, 2 ദിവസമാണെങ്കിൽ 50, അപ്പോൾ 200 ദിവസമാണെന്നുണ്ടെങ്കിൽ 5000 അല്ലേ. അപ്പോൾ 201 ദിവസമായാലും 5000 ആണ്, 210 ദിവസമായാലും 5000 ആണ്, 300 ദിവസമായാലും 5000 ആണ്. ഓക്കെ, അതാണ് ഓർ 5000 വിച്ച് എവർ ഇസ് ലോവർ എന്ന് പറയുന്നത്. അപ്പോൾ 25 rupees ഫോർ എവറി ഡേ ഓർ അല്ലെങ്കിൽ അപ് ടു മാക്സിമം അല്ലെങ്കിൽ അപ് ടു അപ്പർ ലിമിറ്റ് ഓഫ് 5000 rupees എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ 25 രൂപ പെർ ഡേ വെച്ചിട്ടാണ് ഇങ്ങനെ ലേറ്റ് ഫീ വരുന്നത്. ഓരോ ഫയൽ ചെയ്യുന്നതിൽ ഡിലേ വന്നതിന് ഓരോ ദിവസത്തിന് 25 രൂപ വെച്ചിട്ട് ഫൈൻ വരും.
ഇനി ഇത് നിൽ റിട്ടേൺ ആണെങ്കിൽ, നിൽ റിട്ടേൺ എന്താ, ഔട്ട് ഇപ്പോൾ പിന്നെ ബിസിനസ് ആക്ടിവിറ്റി ഒന്നും നടന്നിട്ടില്ല, അപ്പോൾ എന്നാൽ പോലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യാതിരുന്നതെങ്കിൽ 10 rupees പെർ ഡേ വെച്ചിട്ട് ഫൈൻ വരും. അതും അപ്പർ ലിമിറ്റ് 5,000 rupees ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ CGST ആണ് പറയുന്നത്. CGST ആക്ടിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ CGST ആക്ടിലാണ് ഈ 25 rupees എന്നുള്ളത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ CGST പ്ലസ് SGST കൂടി വരില്ലേ. അപ്പോൾ 25 rupees CGSTയിലും വരും, 25 rupees SGSTയിലും വരും. അങ്ങനെ 50 rupees പെർ ഡേ ആണ് ടോട്ടലി വരിക. അപ്പോൾ ടോട്ടൽ ലിമിറ്റ് എന്നുള്ളത്, അപ്പർ ലിമിറ്റ് എന്നുള്ളത് 10,000 പെർ ഡേ ആയിരിക്കും എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ CGST മാത്രമായതുകൊണ്ടാണ് 25 rupees എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ലേറ്റ് ഫീ വുഡ് ബി പേയബിൾ ബൈ സച്ച് പേഴ്സൺ അണ്ടർ ദി റെസ്പെക്റ്റീവ് SGST or UTGST ആക്ട് ആസ് വെൽ. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിലേ വന്നാൽ. അപ്പം മുന്നേ നമ്മൾ പറഞ്ഞത് സാധാരണ GSTR 1 GSTR 3B അതേപോലെ GSTR 10 ഫയൽ ചെയ്യുന്നിടത്താണ്. ഇവിടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നിടത്ത് ഡിലേ വന്നാൽ പിന്നെ എന്താണ് ലേറ്റ് ഫീ 100 rupees പെർ ഡേ ആണ്. ഓക്കെ, നേരത്തെ 25 ആയിരുന്നു, നിൽ റിട്ടേൺ ആണെങ്കിൽ 10 rupees ആയിരുന്നു. ഇവിടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിലേ വന്നാൽ 100 rupees പെർ ഡേ ആണ്. അതിൻ്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 0.25% ഓഫ് ടേൺ ഓവർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു 1920 ആനുവൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ആ 1920 എത്ര ടേൺ ഓവർ വന്നിട്ടുണ്ടോ മൊത്തം, അതിൻ്റെ 0.25% ആണ് അപ്പർ ലിമിറ്റ്. അപ്പോൾ അത് വലിയൊരു എമൗണ്ട് ഒക്കെ വരാൻ, നല്ല ടേൺ ഓവർ ഒക്കെ ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ 100 rupees പെർ ഡേ നോക്കി വെച്ച് മാക്സിമം 0.25% ഓഫ് ടേൺ ഓവർ ഫോർ ദി റിലവൻറ്റ് പീരീഡ് ആണ് ഫൈനായിട്ട് വരിക. ഇതും ഇതേപോലെ തന്നെ CGST മാത്രമാണ്. ഇപ്പോൾ SGST കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 100 rupees കൂടി വരും. അപ്പോൾ ടോട്ടൽ 200 rupees പിന്നെ ഫൈന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ, 18%, 24% ഒക്കെ. ഈ 18%, 24% ഇൻട്രസ്റ്റ് വരുന്നത് എന്താണ്? അത് ടാക്സ് പേ ചെയ്യാൻ ഡിലേ വന്നാലാണ്. ടാക്സ് പേ ചെയ്യാൻ ഡിലേ വരിക, അതേപോലെ ഇൻപുട്ട് ടാക്സ് എടുത്ത് കുറഞ്ഞു പോവുക, കൂടി പോവുക, ഔട്ട്പുട്ട് ടാക്സ് കാണിച്ചത് കുറഞ്ഞു പോവുക. ഇതാണ് നമ്മൾ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച ഇൻട്രസ്റ്റ്. ഇതെന്താണ്? റിട്ടേൺ ഫയൽ ചെയ്യാത്തതാണ്. രണ്ടാണ്. നമ്മൾ ഒരു പ്രോസസ്സിൽ ചെയ്യുന്ന കാര്യമാണ്. അതായത് ടാക്സ് പേ ചെയ്തതിന് ശേഷമാണ് റിട്ടേൺ ഫയൽ ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ എഫക്റ്റീവ്ലി ഒരാൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ടാക്സും പേ ചെയ്തിട്ടുണ്ടാവില്ല. പേയബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാക്സും പേ ചെയ്തിട്ടുണ്ടാവില്ല, റിട്ടേണും ഫയലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ടാക്സ് പേ ചെയ്യാത്തതിന് ഇൻട്രസ്റ്റും വരും, റിട്ടേൺ ഫയൽ ചെയ്യാത്തതിന് ഈ ഫൈനും വരും. അപ്പോൾ രണ്ടും അങ്ങോട്ടും കൊണ്ടും കൺഫ്യൂഷനായി പോകരുത്. മറ്റെന്താണ്? ടാക്സ് പേ ചെയ്യാത്തതിനുള്ള ഇൻട്രസ്റ്റ് ആണ്. ഇതെന്താണ്? റിട്ടേൺ ഫയൽ ചെയ്യാത്തതിനുള്ള ഫീസാണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെർ ഡേ വെച്ചിട്ടൊക്കെ പറയുന്നത്, ഒരു ദിവസത്തിന് ഇത്ര എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇനി പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. എ ടാക്സ് പെയർ ക്യാൻ ഫയൽ GSTR 1 അണ്ടർ CGST Act 2017 ഓൺലി ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി കറണ്ട് ടാക്സ് പീരീഡ്. സ്റ്റേറ്റ് എക്സെപ്ഷൻസ് ടു ദിസ്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞ ഒരു മാസത്തിനുണ്ടെങ്കിൽ ആ മാസം കഴിഞ്ഞിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുക, അങ്ങനെയുള്ള പറഞ്ഞത്. പക്ഷേ അതിനുള്ള 2 എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, പിന്നെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 30 days ആഫ്റ്റർ ദി കലണ്ടർ മന്ത് ഓർ 7 days ഫ്രം ദി എക്സ്പയറി ഓഫ് വാലിഡിറ്റി എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ പറയുന്ന ടാക്സ് പീരീഡ് ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ വാലിഡിറ്റി കഴിയുന്നത് ഒരു 2ാം തീയതിയാണ്, ഒരു മാസത്തെ 2ാം തീയതിയാണ്. അപ്പോൾ റിട്ടേൺ ഇപ്പോൾ കഴിയണം 9ാം തീയതി പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ടാക്സ് പീരീഡ് എന്ന് പറയുമ്പോൾ മന്തിലോ അല്ലെങ്കിൽ ക്വാർട്ടറിലോ ആണ് വരിക. അപ്പോൾ ടാക്സ് പീരീഡ് കഴിയുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. ക്യാൻസലേഷൻ ഓഫ് GST, അതായത് GSTR 10 ഫയൽ ചെയ്യണം. നമ്മൾ പറഞ്ഞു വിത്തിൻ 30 days ഓഫ് ദി ക്യാൻസലേഷൻ ഓർഡർ, വിത്തിൻ 3 months ഓഫ് ദി ക്യാൻസലേഷൻ ഓർഡർ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിനുള്ളിൽ അങ്ങനെയുള്ള ഒരു ലിമിറ്റ് അല്ല അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ആ പോയിന്റ്. അപ്പോൾ ഇവിടെ റിട്ടേൺ ചാപ്റ്ററിൽ മിക്കവാറും ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സബ്ജക്റ്റിനെ ഓവറോൾ മനസ്സിലാക്കിയാലാണ് ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 13 and subsection 9 റിലേറ്റിംഗ് ടു റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ഇറ്റ്സ് എക്സെപ്ഷൻസ്. സ്റ്റേറ്റ് ദ ടൈം ലിമിറ്റ് ഫോർ മേക്കിംഗ് സച്ച് റെക്ടിഫിക്കേഷൻ. എല്ലാ പോയിന്റും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒമിഷൻ ഓർ റെക്ടിഫിക്കേഷൻ എപ്പോഴാണ് നമ്മൾ ചെയ്യുക?
ഇപ്പോൾ അവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് എപ്പോഴാണ് ആ റെക്ടിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ജൂൺ മാസത്തിലാണ് ഈ ഒമിഷൻ കണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടുപിടിച്ചത്, അതായത് ഒമിഷൻ ഉണ്ടായതായിട്ട് നമ്മൾ അറിഞ്ഞത് ഓഗസ്റ്റ് മാസത്തിലാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ റിട്ടേണിലാണ് അത് ഫയൽ ചെയ്യേണ്ടത്. അവിടെ നോട്ടിലുണ്ടായത് പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ടു ബി ഫയൽഡ് എന്താണ് ഒമിഷൻ ടു ബി റെക്ടിഫൈഡ് ഇൻ ദ റിട്ടേൺ to be filed for the month or quarter during which such omission or incorrect particulars are noticed. അപ്പോൾ ഏത് മാസത്തിലാണോ അല്ലെങ്കിൽ ഏത് ക്വാർട്ടറിലാണോ അത് കണ്ടുപിടിച്ചത് ആ പീരീഡിലാണ് അത് റെക്ടിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സെപ്ഷൻ എന്താണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി, സ്ക്രൂട്ടിനി, ഓഡിറ്റ്, ഇൻസ്പെക്ഷനോ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് ത്രൂ ആണ് ആ എറർ അല്ലെങ്കിൽ ഒമിഷൻ കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ടൈം ലിമിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് റിട്ടേൺ ഫോർ സെപ്റ്റംബർ മന്ത് ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഓർ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഇസ് ഏർലിയർ എന്നുണ്ട്, അവിടെ മിസ്സായിട്ടുണ്ട്, വിച്ച് എവർ ഇസ് ഏർലിയർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഇതും ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താ, തൊട്ട് മുന്നത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. നോക്കുക ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ എന്നല്ല. എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസസ് ഇഫ് ദ ടാക്സബിൾ പേഴ്സൺ അണ്ടർ GST law files the GST return under section 39(1) but does not make payment of self-assessment tax. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റിട്ടേൺ ഫയൽ ചെയ്തു പക്ഷേ പേയ്മെൻറ്റ് കൊടുത്തിട്ട്, അതായത് ടാക്സ് പേ ചെയ്യാതെ റിട്ടേൺ ഫയൽ ചെയ്തു. അങ്ങനെ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് റിട്ടേൺ അല്ല എന്ന് നമ്മളവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വാലിഡ് റിട്ടേൺ, അതാണ് ഇവിടെ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞത്, ദ റിട്ടേൺ ഈസ് നോട്ട് കൺസിഡർ ആസ് എ വാലിഡ് റിട്ടേൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാലിഡ് റിട്ടേൺ ആയതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നും അവൈൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അതിന് പുറമെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് പേ ചെയ്യാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ 18%, 24% ഒക്കെ പറഞ്ഞില്ലേ, ആ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇനി അത് വല്ലാത്ത ഡീലൊക്കെ വരുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെനാൽറ്റി ഓഫ് അതിന് വേറെ ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് അവിടെ എഴുതുന്നത്. 2 മാർക്സിന് ചോദിച്ച ചെറിയൊരു ക്വസ്റ്റ്യൻ, അതൊരു എന്താ പറയുക, ഒരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓവറോൾ ഒരു പ്രൊവിഷനൊന്നുമല്ല ഇത്, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അതിൻ്റെ കോൺസിക്വൻസസ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പേയ്മെൻറ്റും റിട്ടേൺസ് എന്നുള്ളത്. 2 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ഇതിനെ ചിലപ്പോൾ ഇതെന്ത് ചെയ്യാറില്ല, അങ്ങനെ ഗൗനിക്കാത്ത ചാപ്റ്റേഴ്സാണ്, വല്ലാതെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചാപ്റ്റേഴ്സാണ്. പക്ഷേ കഴിഞ്ഞ 2 അറ്റംപ്റ്റിലൊക്കെ ആയിട്ട് നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഈ 2 ഭാഗത്തുനിന്നും. അപ്പോൾ അതുകൊണ്ട് ഇതാരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്ന് മാത്രമല്ല ഫൈനൽ എക്സാമിന് ഇപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്ന ട്രെൻഡ് ഉണ്ട്. മുന്നത്തെ എക്സാംസിനൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് IPCC CA ഇൻ്റർ എക്സാംസിനും ആ ഒരു അതേപോലെ ഇങ്ങോട്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പേയ്മെൻറ്റ് ചാപ്റ്ററും റിട്ടേൺസ് ചാപ്റ്ററും ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കാം. ഓക്കെ, താങ്ക് യു.